മോഡലിംഗിന്റെ മറവിൽ യുവതികളെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തിയ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഒന്നാം പ്രതി സിന്ധുവിനെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ വെച്ച് പിടികൂടിയിരുന്നു. കേസിൽ 5 പ്രതികളിൽ 3 പേർ പിടിയിലായി. പിന്നെ ആ അന്വേഷണ ശ്രമത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒന്നാം പ്രതി പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് നമുക്ക് LOC ഒക്കെ ഇട്ടത് കൊണ്ട് മുംബൈ എയർപോർട്ടിലിருந்து കിട്ടി. ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ റിക്വസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ DCPക്ക് തന്നെ ഡയറക്റ്റായിട്ട് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ വനിതാ സെല്ലുടെ SHO നമ്പർ ഞാൻ കൊടുക്കാൻ പ്ലീസ്. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ സത്യമായിട്ടുള്ളത് പറഞ്ഞെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കോൺഫിഡൻഷ്യലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റാക്കറ്റ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യും. കൊച്ചി മോഡൽ സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഈ കേസ് DCP ആയ അശ്വതി ജിജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വലിയ ആഴങ്ങളുള്ള ഒരു കേസ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. നിരവധി പേർ ഈ കടത്തു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരയായിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പരാതിയുടെ സ്വഭാവം വ്യക്തമാക്കുന്നത്. കേസിൽ 5 പ്രതികളാണ് പോലീസ് ഇതിൽ ഉള്ളതായിട്ട് പോലീസ് പറയുന്നത്. ഇതിൽ 3 പേര് ഇതിനകം പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ഒന്നാം പ്രതിയായ സിന്ധുവിനെ മുംബൈയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു പോലീസ് പിടികൂടുന്നത്. തനിക്കെതിരെ പരാതികൾ വരുന്നു, ഇതിൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇവർ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. അതിനകം പോലീസിന് ഇവരെ പിടികൂടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെയും പൊന്നാനി സ്വദേശിയായ മഞ്ജിമയെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. മറ്റൊരു പ്രതി അലീനയാണ്. അലീന കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുള്ളതായിട്ട് പോലീസ് പറയുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസീബുമായിട്ട് ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസുകളിൽ ഇവർ പ്രതിയായിട്ടുണ്ട്. ഇവർ ഈ കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും തൻ്റെ ഗുണ്ടാബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കും, അത് വളരെയധികം ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പരാതിക്കാരി ഇതിൽ രഹസ്യമൊഴി അടക്കം പോലീസിന് കോടതിക്ക് നൽകുകയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നു. വേറെയും പരാതിക്കാരുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിലകൊള്ളുന്നത്. 2 പേർ വിദേശത്താണ്, ദുബായിലാണ്. അവരെ കൂടി തിരിച്ച് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ മോഡലിംഗ് എന്ന പേരിൽ അവിടെ വിദേശത്ത് ദുബായിൽ അവസരം നൽകാമെന്ന പേരിലാണ് പലരെയും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് തന്നെ അടക്കം നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ മയക്കുമരുന്ന് നൽകിക്കൊണ്ട് ലൈംഗിക വൃത്തിക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം ചിത്രീകരിക്കുകയും ഇവരുടെ ബന്ധുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും ആ ഒരു കുടുംബ ബന്ധത്തിൽ തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. തുടർന്ന് അവർക്ക് അവിടെ തുടരേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കുകയായിരുന്നുവെന്നാണ് ആ പരാതിയിൽ പറയുന്നത്. ഇതുപോലെ തന്നെ വേറെയും പെൺകുട്ടികൾ ഇവരുടെ ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്നും പലർക്കും ഇവിടേക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇവരുടെ പ്രവൃത്തികളെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പലരെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ മയക്കുമരുന്നിന് അടിമകളാക്കി തീർക്കുന്ന രീതിയിലേക്കെല്ലാമാണ് ഈ സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം. ഇതിൽ ഗുണ്ടാ സംഘങ്ങളടക്കം ഉണ്ട് എന്നത് പറയുന്നു. ഒപ്പം തന്നെയും ഇവരുടെ പരാതിയിൽ പറയുന്നു ഈ അലീന ചില ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള തനിക്കുള്ള ബന്ധങ്ങളടക്കം ഇതിൽ ഉപയോഗിക്കും. ഇവരെല്ലാം തന്നെ ഈ കേസിൽ ഒരു നടപടിയുമില്ലാത്ത രീതിയിലേക്ക് പോകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇരകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായൊരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. നിലവിൽ 3 പ്രതികളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടികൂടിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെ നാട്ടിലെത്തിക്കുക, ഒപ്പം തന്നെയും ഇവർക്ക് ഇവിടെ ആരാണ് പിന്തുണ നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് വരാമെന്നും അവരുടെ ഐഡൻറ്റിറ്റി അടക്കം രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.